ഉത്തര മലബാറിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും പിടിച്ചുലച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കടന്നുവരുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് 4 ജില്ലകളിലെ പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. സപ്തഭാഷാ സംഗമഭൂമിയായ കന്നഡയും കൈരളിയും കൈകോർക്കുന്ന മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് മുഴുവൻ നിയോജക മണ്ഡല ആസ്ഥാനങ്ങളിലും പ്രൗഢോജ്വല സ്വീകരണമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഒരുക്കിയത്. ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കൊപ്പം ഒരുപടി മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് യാത്രയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളായ നിയോജക മണ്ഡലങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് യാത്ര കടന്നു വരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗം പിറക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എക്കാലത്തും CPM-നെ മാത്രം തുണച്ചിട്ടുള്ള, CPM-കാരെ മാത്രം നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള പയ്യന്നൂരും മട്ടന്നൂരും തളിപ്പറമ്പും അടക്കം തലശ്ശേരിയും അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ വലിയ ആൾക്കൂട്ടമാണ് ഈ യാത്രയെ കാണാനും കേൾക്കാനുമായി എത്തിയത്. അതോടൊപ്പം തന്നെ യാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വന്നപ്പോൾ CPM-ന്റെ പൊന്നാപുരം കോട്ടയായ നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും അടക്കം വലിയ ആൾക്കൂട്ടമാണ് ഈ യാത്രയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത്. പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ ആയിരം ആളുകൾ അധികം ആളുകൾ ഈ യാത്രയ്ക്ക് കടന്നു വന്നു. കോൺഗ്രസിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ കോഴിക്കോട് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിലടക്കം വലിയ ജനക്കൂട്ടമാണ് വി ഡി സതീശനെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിക്കാനും എത്തിയത്. എന്തായാലും ഉത്തര മലബാറിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉരുത്തിരിയുമെന്ന് തന്നെയാണ് വി ഡി സതീശന്റെ യാത്രയ്ക്കെത്തിയ ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങൾ പലതും തകർന്നടിയുമെന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. വിശദമായി പരിശോധിക്കാം. പുതുയുഗ യാത്ര ഉത്തര മലബാറിന്റെ ഗ്രാമങ്ങളെ ഇളക്കിമറിച്ചോ, പാർട്ടി ഗ്രാമങ്ങൾ തച്ചുടയ്ക്കുന്ന തരത്തിലാണോ ഈ യാത്ര കടന്നുപോയത്? CPM-ന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയാണോ വി ഡി സതീശനും കോൺഗ്രസും? അതായത് യാത്ര, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്ര വലിയ ആവേശമാണ് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് മഞ്ചേശ്വരം പിന്നിട്ട് ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കാസർഗോഡും കഴിഞ്ഞ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും കല്യാശ്ശേരിയിലും കണ്ണൂരിലും കൂത്തുപറമ്പിലും അഴീക്കോട്ടും തലശ്ശേരിയും പേരാവൂരിലും ഇരട്ടിയിലും അടക്കം അഭൂതപൂർവമായ ജനസഞ്ചയം. പിന്നീട് യാത്ര കോഴിക്കോട് ജില്ലയിലേക്ക്, വയനാട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും കൽപ്പറ്റയിലും അടക്കം ഇതുവരെ കാണാത്ത ഒരു കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയും ഈ പരിപാടികൾക്കൊന്നും കാണാത്ത തരത്തിലുള്ള സ്വീകരണമാണ് മലയോര ജില്ലയായ വയനാട്ടിൽ ലഭിച്ചത്. പിന്നീട് യാത്ര കോഴിക്കോട്ടേക്ക് കടന്നു വരുമ്പോൾ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും വടകരയിലും അതോടൊപ്പം തന്നെ എലത്തൂരിലും അടക്കം അഭൂതപൂർവമായ ജനക്കൂട്ടം. നട്ടുച്ചയ്ക്ക് നട്ടം പൊരിയുന്ന വെയിലത്താണ് കുറ്റ്യാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ യാത്രയെ സ്വീകരിക്കാൻ എത്തിയത്. പേരാമ്പ്രയിൽ യാത്രയെത്തുമ്പോൾ തിങ്ങി നിറഞ്ഞ മൈതാനത്തിന് പുറത്ത് റോഡിൽ ആളുകൾ യാത്രയെ കാത്തുനിൽക്കുകയായിരുന്നു. ബാലുശ്ശേരിയിൽ സമാന അവസ്ഥയായിരുന്നു. കൊയിലാണ്ടിയിൽ, അത് കോൺഗ്രസിന് എക്കാലത്തും കോൺഗ്രസിന്റെ വേരോട്ടമുള്ള മണ്ണാണെങ്കിൽ പോലും കൊയിലാണ്ടിയിൽ ഈ അടുത്തൊന്നും കാണാത്ത തരത്തിലുള്ള ആൾക്കൂട്ടമാണ് യാത്രയെ സ്വീകരിക്കാൻ എത്തിയത്. എലത്തൂർ, CPM-ന്റെ പൊന്നാപുരം കോട്ടയായ എലത്തൂരിൽ വലിയ ജനക്കൂട്ടമാണ്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ അവസാന സ്വീകരണ കേന്ദ്രമായ മുതലക്കുളം മൈതാനി നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ത്രിവർണ്ണ പതാകയും ഹരിത പതാകയും കയ്യിലെടുത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ ഈ യാത്രയുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുചരിത്രം കുറിക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മലബാറിലെ 4 ജില്ലകളിലാണ് ഇപ്പോൾ പര്യടനം പൂർത്തിയാക്കിയത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുവിയ യാത്ര ഓരോ സ്വീകരണ കേന്ദ്രവും പിന്നിട്ട് കോഴിക്കോട് മുതലക്കുളത്തെത്തിയപ്പോഴും ജനങ്ങൾ ജാഥാ നായകനെ സ്വീകരിക്കാനായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കുമ്പളയിൽ AICC ജനറൽ സെക്രട്ടറി, കേരള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പതാക കൈമാറി അനുഗ്രഹിച്ച് ആശീർവദിച്ച പുതിയ യാത്ര കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു പുതു ചരിത്രം രചിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ CPM-ന്റെ പൊന്നാപുരം കോട്ടയിൽ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ കരുത്ത് വിളിച്ചോതുന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എത്തിയത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മട്ടന്നൂരിലെയും പാനൂരിലെയും കല്യാശ്ശേരിയിലെയും തളിപ്പറമ്പിലെയും കണ്ണൂരിലെയും പയ്യന്നൂരിലെയും ജാഥയിലെ ആൾക്കൂട്ടമാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കം അമ്പരപ്പിച്ചിരിക്കുന്നത്. അതായത് മട്ടന്നൂർ CPM-ന് 60,000 ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് KK ശൈലജയുടെ. പയ്യന്നൂർ CPM-ന് 40,000-ഓളം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കല്യാശ്ശേരി CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. തളിപ്പറമ്പ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമാണ്. തലശ്ശേരി AN ഷംസീറിന്റെ മണ്ഡലമാണ്. ഇവിടെയൊക്കെ CPM അല്ലാതെ മറ്റൊരാൾക്ക് ജയിക്കുന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത മണ്ഡലമാണ്. ആ മണ്ഡലങ്ങളിലെ അഭൂതപൂർവമായ ആൾക്കൂട്ടമാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അമ്പരപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ഇരിക്കൂറിലും ഇരട്ടിയിലും ഒക്കെ വലിയ ആൾക്കൂട്ടമുണ്ട്. അത് കോൺഗ്രസ് എന്ത് പരിപാടി നടത്തിയാലും അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വയനാട്ടിലെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും ജനസാഗരം കോൺഗ്രസിന് വലിയ ആവേശമാണ്. എന്തായാലും
വീണ്ടും UDF പ്രവർത്തകന്മാർ ജാഥാ നായകൻ VD സതീശനെ തോളിലേറ്റി കൊണ്ടുവരുന്നത് ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി എന്നതിന്റെ തെളിവാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയിൽ എന്ന VD സതീശന്റെ പ്രഖ്യാപനം കരഘോഷത്തോടുകൂടി ഹൃദയത്തോട് ചേർത്താണ് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്നാണ് പൊതുയോഗ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടത്തിന്റെ കയ്യടി സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ഈ ആൾക്കൂട്ടം CPM കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. CPM-ന് വലിയ അമ്പരപ്പായിട്ടുണ്ട്. എന്തായാലും ഈ എത്തുന്ന ആൾക്കൂട്ടം കൂടി വോട്ടാക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ടായി മാറുകയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഉത്തര മലബാർ തൂത്തുവാരുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായും ഇത് VD സതീശന്റെ യാത്രയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഇത് VD സതീശന് മാത്രം കിട്ടുന്ന സ്വീകാര്യതയല്ല, UDF-ന് കിട്ടുന്ന അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്ന സ്വീകാര്യത തന്നെയാണ്. കാര്യം നമുക്കറിയാം, ഈ കോട്ടകൾ അല്ലെങ്കിൽ CPM-ന്റെ കോട്ടകളൊക്കെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം തകർന്നു. ഇതുവരെയും കോൺഗ്രസോ UDF-ഓ ജയിക്കാത്ത പല സീറ്റുകളും കോൺഗ്രസും UDF-ഉം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും പിടിച്ചെടുത്തു. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതിനൊക്കെ അപ്പുറം ജനങ്ങളുടെ ആവശ്യമാണ് കോൺഗ്രസിനെ UDF-ന് അധികാരത്തിലേറ്റുക എന്നുള്ളത്. ഏത് വിധത്തിലും ഇടതുമുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളത് സാധാരണക്കാരായ നിഷ്പക്ഷരായ വോട്ടർമാരുടെ ആവശ്യമാണ്. അവരെല്ലാം ഈ ജാഥയിൽ എത്തുന്നുണ്ട്. VD സതീശന്റെ യാത്രയാണെങ്കിൽ പോലും VD സതീശനെ പോലെ തന്നെ മറ്റ് നേതാക്കളുണ്ട്. അവർക്കെല്ലാം ഇതേ സ്നേഹം, സ്വീകാര്യത കിട്ടുന്നുണ്ട്. കോൺഗ്രസ് വീണ്ടും അതിന്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ടു പോയ പ്രതാപം, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിന്റെ അവസ്ഥ, ഇതെല്ലാം മാറും. പോസിറ്റീവാണ്. എന്താണ് പൂർണ്ണമായി പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസോ UDF-ഓ രാഷ്ട്രീയ കേരളമോ CPM-ഓ പോലും കരുതിയിട്ടില്ല ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, കോൺഗ്രസിന്റെ ചില മണ്ഡലങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന സ്വീകാര്യതയാണ് CPM-ന്റെ കോട്ടകളിൽ നിന്ന് കിട്ടുന്നത്. ഏതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കോട്ടകൾ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആ തരത്തിലേക്ക് ഈ യാത്രയെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കോൺഗ്രസുകാരും ഐക്യ ജനാധിപത്യ മുന്നണിക്കാരും UDF-കാരും എന്നതിനൊക്കെ അപ്പുറം സാധാരണക്കാരായ ജനങ്ങളാണ് VD സതീശനെ കാണാൻ വേണ്ടി വരുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. ഇത് കോൺഗ്രസിന് വേണ്ടിയോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയുള്ള യാത്രയല്ല. സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരനായ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ജനപക്ഷ നേതാവ് നടത്തുന്ന യാത്രയാണ്. ഈ യാത്ര CPM-നെയും CPI-യൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. CPM നടത്തിയ ജാഥ, 3 മേഖലയായി നടത്തിയ ജാഥ പോലും പൊളിയുകയാണ് ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ട്രോളുകളായി ഈ പറയുന്ന ബംഗാളികളെ അടക്കം മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചതുൾപ്പെടെയുള്ള ട്രോളുകളിൽ നിറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന ഈ ഒരു സ്വീകാര്യത CPM-നെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ഈ പ്രോഗ്രാമിൽ അത് VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ പറഞ്ഞു, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പ്രസംഗിക്കുന്നില്ല എന്ന്. അത് ഉന്തും തള്ളുമാണെന്ന് പറഞ്ഞ് CPM സൈബർ ഹാൻഡിലുകൾ ആഘോഷിക്കുമ്പോൾ പോലും അതൊന്നും ഈ പരിപാടിയുടെ മാറ്റി കുറയ്ക്കാൻ അവർക്കായിട്ടില്ല. അല്ലെങ്കിൽ ഈ പരിപാടി അല്ലെങ്കിൽ VD സതീശന്റെ യാത്ര അങ്ങേയറ്റം പൂർണ്ണമായി വിജയമാണ്. യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, 4 ജില്ലയെ പിന്നിട്ടുള്ളൂ. ഈ 4 ജില്ല പിന്നിടുമ്പോൾ VD സതീശൻ വിജയിച്ചു, VD സതീശന്റെ യാത്ര വിജയിച്ചു. ഇത് വോട്ടായി മാറിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസത്തിന് VD സതീശൻ പോകേണ്ടി വരില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.